ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. വിറ്റാമിൻ എ, സി, കെ, ബി6, ബയോട്ടിൻ, പൊട്ടാസ്യം, ഫൈബർ തുടങ്ങി നിരവധി പോഷകങ്ങളുടെ കലവറയാണ് ക്യാരറ്റ്. ചർമ്മത്തിൻ്റെ ആരോഗ്യം നിലനിർത്തുന്നതിനും ദാഹം അകറ്റുന്നതിനും ഇത് നിറയെ സവിശേഷ ഗുണമുണ്ട്. ആൻറ്റി ഓക്സിഡൻറ്റുകളും വിറ്റാമിനുകളും നിറഞ്ഞ ഈ ക്യാരറ്റ് ജ്യൂസ് പതിവായി കുടിക്കുന്നത് നിങ്ങളുടെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കും. നമ്മുടെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ടാപ്പ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ഇനേബിൾ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് 1/4 കിലോ ക്യാരറ്റ് തൊലി കളഞ്ഞ് വൃത്തിയാക്കിയത് ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വേവാൻ ആവശ്യമായ വെള്ളം ചേർത്തൊന്ന് വേവിച്ചെടുക്കാം. നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് കുക്കറിൽ വെച്ച് വേവിക്കാവുന്നതാണ്. കുക്കറിൽ വെച്ച് വേവിക്കുമ്പോൾ 2 വിസിലൊക്കെ മതിയാവും നമ്മുടെ ക്യാരറ്റ് ഒന്ന് നല്ല രീതിക്ക് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഞാൻ ഇത് വേവിച്ചതുപോലെ പാത്രത്തിലാണെങ്കിലും ചെയ്യാവുന്നതാണ്. ക്യാരറ്റ് ചെറുതായി ഉടയുന്ന പരുവാകുമ്പോഴേക്ക് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. നിങ്ങൾ വേവിക്കുമ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ട് വേവിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. വെന്തു വന്ന ക്യാരറ്റ് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് അതിലേക്ക് വീണ്ടും 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തൊന്ന് അടിച്ചെടുക്കാം. ക്യാരറ്റ് നന്നായിട്ട് അരയണം. അപ്പോൾ നന്നായിട്ട് ക്യാരറ്റ് വെന്തു വന്നാൽ മാത്രമേ നന്നായി അരച്ചെടുക്കാൻ പറ്റൂ. അരച്ച് വെച്ചിരിക്കുന്ന ക്യാരറ്റിൻ്റെ പൾപ്പ് ഒരു പാത്രത്തിലേക്ക് അരിച്ചു മാറ്റാം. ക്യാരറ്റിലെ പൊടിയും അഴുക്കും മറ്റും പോകാനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അരിച്ചു മാറ്റിയ ക്യാരറ്റിനെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുറുകി വരാൻ വേണ്ടിയിട്ട് കൈവിടാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. നിങ്ങളിത് ഇളക്കി കൊടുക്കുമ്പോൾ പ്രത്യേകം ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഒരേ ഡയറക്ഷനിൽ വേണം ഇളക്കി കൊടുക്കാനായിട്ട്. അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/4 കിലോ ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ 1/4 കപ്പ് പഞ്ചസാര ഇവിടെ കുറേശ്ശെയായി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായി കുറുകി വരുമ്പോഴേക്കും നമ്മൾ കൈവച്ചൊന്ന് തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു നൂൽ പരുവം പോലെ ആവണം. ആ ഒരു സമയം ഇതിലേക്ക് നമുക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയുടെ നീരും ഒരു മീഡിയം സൈസ് നാരങ്ങയുടെ നീരും അരിച്ച് ചേർത്ത് കൊടുക്കാം. ചെറിയ നാരങ്ങയാണെന്നുണ്ടെങ്കിൽ ഒരു നാരങ്ങയുടെ ഫുള്ളും, അതല്ല മീഡിയം സൈസ് നാരങ്ങയാണെന്നുണ്ടെങ്കിൽ അര നാരങ്ങയുടെ നീരും മതിയാകും. നാരങ്ങ നീരും ഇഞ്ചി നീരും ചേർത്തതിന് ശേഷം ഇത് കുറച്ച് നേരം കൂടി ഒന്ന് കൈവിടാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഏതാണ്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് ഇളക്കി കൊടുക്കാം. 2-3 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യാം. പിന്നെ ഇത് ചൂടാറി കഴിയുമ്പോഴത്തേനും ചില്ലുകുപ്പിയിലാക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണേ. അപ്പോൾ നമ്മുടെ ക്യാരറ്റ് സ്ക്വാഷ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താനും നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.